ഹലോ ഡിയേഴ്സ്, ഇന്ന് നല്ല സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ട്ടാ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിമസാലപ്പൊടി, ചതച്ചമുളക്, പെരിഞ്ചീരകം, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിന, കറിവേപ്പില, ഒരു നാരങ്ങയുടെ നീര് എന്നിവ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ചിക്കനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏറ്റവും കുറഞ്ഞത് ചിക്കൻ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടാ. ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുരിയണ സമയം കൊണ്ട് സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടാ. സവാള കട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടാ. എന്നിട്ട് നേരിയ സവാള നോക്കി ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചെടുക്കണം. ഫ്രൈ ചെയ്ത് ചിക്കൻ കോരി മാറ്റാം. അതേ ഓയിലിൽ തന്നെ സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വെന്ത് തുടങ്ങുമ്പോൾ തക്കാളി, ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം കറിമസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കണം. മല്ലിയില, പുതിന, തൈര് എന്നിവ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ചേർത്ത് ഒരിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് മസാല ചിക്കനിൽ പിടിക്കുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കലത്തിൽ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിക്കണം. വെള്ളത്തിന് കണക്കൊന്നും ഇല്ല കേട്ടാ. എന്നിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ്, സ്പൈസസ്, ഓയിൽ എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച ശേഷം കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും ഹാഫ് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതേസമയം ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് സവാള, കശുവണ്ടി, മുന്തിരി എന്നിവ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമായിട്ടൊക്കെ ബിരിയാണി വെക്കുന്ന ഏതൊരാൾക്കും ഞാൻ ഈ ഒരു മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. അതാകുമ്പോൾ വെള്ളം കൂടിപ്പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അരി വെന്ത ശേഷം കോരി ഒരു പാത്രത്തിൽ ഊറ്റാൻ വെക്കാം. ഇനി ബിരിയാണി ദമ്മിടാട്ട. അതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി പോട്ടിൽ ചിക്കൻ മസാല നല്ലോണം ഒന്ന് നിരത്തി വെക്കണം. എന്നിട്ട് കുറച്ച് റൈസ് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കശുവണ്ടി, മുന്തിരി, മല്ലിച്ചീര എന്നിവ ഇട്ട് കൊടുക്കണം. ഒരിത്തിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ. എന്നിട്ട് വീണ്ടും റൈസ്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി, സവാള, നെയ്യ് ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ലാസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് 1/4 മണിക്കൂർ സിമ്മിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു എയർ ടൈറ്റ് ആയ മൂടിയോ അല്ലെങ്കിൽ മൂടിയുടെ മുകളിൽ എന്തെങ്കിലും ഭാരമോ വെച്ചിട്ട് വേണോട്ടെ ദമ്മിലിടാൻ. അപ്പോൾ ബാച്ചിലേഴ്സിനും ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവർക്കും ഒക്കെ ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലും കൂടി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.